ക്രിഷ് ആൻഡ് യേശു ഐഡിയാസ് ഒക്കെ എങ്ങനെ കിട്ടുന്നു? റോഡ് വേഴ്സസ് മാൻ ചെയ്യാൻ കാരണം ഒന്ന് ബ്ലോക്ക് മാറ്റൂ, ഗുണ്ടാ ലിസ്റ്റിലുള്ള കിളി. ബാംഗ്ലൂരിനെ അങ്ങനെ ലോക്കലൈസ് ചെയ്ത് ട്രോൾ ചെയ്യുന്നതിന് എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമുണ്ട്. ഇത് ഞങ്ങൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഉത്തരം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ പറയാം. അത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത്. രാജമൗലി വരുന്ന ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തിരിക്കുന്നതാണ്. പഠിച്ചത് നീ പോയതല്ല. മനുഷ്യനൊരു കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നമുക്കൊക്കെ ഇവിടെ വയസ്സ് വന്നു. ചിലർ പേടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് പേടിയുടെ ഒന്നുമല്ല. നമ്മൾ ആരാ കംസന്റെ മകനാണ്, ഒന്നുമില്ല. ഞാനിവനെ കുത്തിന് പിടിച്ചിട്ടൊക്കെയാണ് കണ്ടന്റ് മേടിക്കുന്നത്. ഞങ്ങൾ 2Xലെങ്കിലും ഇട്ട് മുഴുവൻ കാണാൻ തുടങ്ങി. ഹലോ ഗൈസ്, നമസ്കാരം. വെറൈറ്റി ആയിട്ടല്ലേ? അതെ, നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്ന ഒരു റീസെൻ്റ് ഒരു Q&A ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇത് ഫുള്ള് കണ്ടാൽ നിങ്ങൾ ഞെട്ടിയിരിക്കും. അങ്ങനെ സാധാരണ അങ്ങനല്ലേ വീഡിയോയുടെ ഇടയിൽ പറയണ്ടേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. ഹലോ, നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയാണ്, ഫാൻ ഓഫ് യു. താങ്ക് യു. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും താങ്ക് യു. നമുക്കൊരു സമാധാനത്തിന്. അടുത്തത്, വൈ വുഡ് വി ഹയർ യു? ഇത് ചോദിച്ച ആളെ എനിക്കറിയാം. നിങ്ങൾക്ക് ജോലിക്ക് ആളെ വേണമെങ്കിൽ നിങ്ങൾ ജോലിക്ക് ആളെ എടുക്കണം, എന്നിട്ട് നമ്മളോട് ചോദിക്കാൻ പാടില്ല. ഇത് ചോദിച്ച ആൾക്ക് പ്രത്യേക ഉപഹാരം ഞാൻ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് പേഴ്സണലി ഉള്ള ഒരു പരിധിക്കപ്പുറത്തിട്ട് പേഴ്സണലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, സുഖമാണോ? നാട്ടിൽ പ്രോപ്പർ പ്ലേസ് എവിടെ? വീഡിയോസ് ചെയ്യാൻ ഉള്ള മോട്ടിവേഷൻ? നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് കടപ്ര എന്ന് പറയുന്ന സ്ഥലം. അതെ, വില്ലേജ് പ്രകാരം കടപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവല്ലയ്ക്കടുത്ത്, തിരുവല്ല എന്ന് പറയുന്ന സ്ഥലം മോസ്റ്റ്ലി എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷികളുടെ കളകളാരവോ ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ കളകളാരവോ അത്ര സൗണ്ടിൽ പ്രശ്നം കൂടി. ഒരു വൈറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. സൗണ്ട് പ്രോപ്പറാണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ അങ്ങനെയല്ല. വീഡിയോ ഇങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ ഇഷ്ടമാണ് പണ്ടോട്ടെ. അങ്ങനെ പണ്ടോട്ടെ മീൻസ് ഇവിടെ ഒരു ടിക്ടോക്കൊക്കെ ഇതായി വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് സാക്കിങ് എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട്. പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടം, ഇൻസ്പയർ ആയിട്ട് അത് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല എന്ന് തോന്നിയിരുന്നു. പിന്നീടാണ് ടിക്ടോക്ക് വരുന്നതും അതിനകത്തൊരു കണ്ടൻറ് മറ്റേ ഓൺ വോയിസ് ഒക്കെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് മുമ്പ് ചെയ്ത എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഞങ്ങളുടെ മോട്ടിവേഷനാണ്. ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ലേ? അല്ലേ? ആരോ ചോദിച്ച ആൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ആരോ ചോദിച്ചിരിക്കുന്ന ആരാ? ഞങ്ങൾ പേര് പറയടാ, അത് അറിയത്തില്ല. ഞാൻ ദേവനാരായണൻ KS. ഓക്കെ, ഞാൻ അഭിഷേക് പി ദാസ് ആണ് ഫുൾ നെയിം, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി. ഓക്കെ, യുവർ ഹാബിറ്റ്സ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഹാബിറ്റ്സ് ഒന്നുമില്ല. ഹാബിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോബി അല്ലല്ലോ, നമ്മുടെ ഒരു ദിനചര്യ അതിനകത്ത് പറയാം. അത് മറ്റേ നിഖില വിമലിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് രാവിലെ എണീക്കുന്നു, റീൽസ് നോക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, റീൽസ് നോക്കുന്നു, പിന്നെ കിടക്കുന്നു. ഏകദേശം അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനല്ല, ഒരു ഹാബിറ്റ് ഹോബിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മെയിനായിട്ടുള്ളൊരു ഹോബി അതൊരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹോബിയായിട്ടും കൂടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് പാഷനും പ്രൊഫഷനും എല്ലാം അത് തന്നെയാണ്. പിന്നെ ഒരു ചെറിയ പോയിന്റിൽ അതൊരു ഹോബിയാണ്. പിന്നെ ചെറുതായിട്ട് ബാലരമ പോലുള്ള ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. നീ ബുക്ക് വായിക്കാറുണ്ട്? പഠിക്കുന്ന ബുക്ക് അലർജി ഉള്ള ആളാണ് സർ. ഓക്കെ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? അത് ഓൾറെഡി പറഞ്ഞാണ്. ചേട്ടായിമാരെ റീൽ ബൈയർ കട്ട ആരാധകൻ, റിപ്ലൈ തരണേ ബൈയർ കട്ട ആരാധകൻ. അതെ, സ്ഥലം ഓൾറെഡി പറഞ്ഞാണ്. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലമാണ്. കട്ട ആരാധകൻ, അങ്ങനെ ആരാധകൻ എന്നൊന്നും പറയരുത്. താങ്ക് യു. ബാംഗ്ലൂരിൽ എവിടെ ഗൈസ്? പറയൂ. ബാംഗ്ലൂരിനെ പറ്റി എനിക്ക് ബാംഗ്ലൂരായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 1-2 ഇവൻറ്റ്സിന് പോയി, പിന്നെ കുറച്ച് സ്ഥലം കാണാൻ പോയതല്ലാതെ ബാംഗ്ലൂരായിട്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ യലഹങ്ക. 2019 മുതൽ 23 വരെ. അതെ, അങ്ങനെയാണ് റെക്കോർഡിക്കലി അങ്ങനെയാണ്. ബട്ട് അവൻ കൊറോണ ബാച്ച് ആയതുകൊണ്ട് കൂടുതൽ ടൈം ഒരു 3.5 വർഷം ഇവിടെ തന്നെ ആയിരുന്നു. 6 മാസം കൂടുമ്പോൾ അവിടെ പോയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് ഭയങ്കര ബാംഗ്ലൂർ ലൈഫ് ആയിരുന്നു. അതെ, ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു
ബാംഗ്ലൂരിനെ ആക്ച്വലി അങ്ങ് ലോക്കലൈസ് ചെയ്തത് ഇവൻ്റെ ഈ 6 മാസം പോയുള്ള അറിവിലാണ് ബാംഗ്ലൂരിനെ അവൻ ഇല്ലാതാക്കുന്നത്. ബാംഗ്ലൂരിനെ അങ്ങനെ ലോക്കലൈസ് ചെയ്ത് ട്രോൾ ചെയ്യുന്നതിന് എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമുണ്ട്. സത്യമായിട്ട് ഇവൻ മറ്റേ ജിത്തുമാധവൻ ബാംഗ്ലൂരിനെ ഒരു നല്ല രീതിയിൽ സിനിമകൾ കാണിക്കുന്നു, ഇവനത് റീലിലെടുത്തിട്ട് നശിപ്പിക്കുന്നു. സിനിമയിൽ അഭിനയിക്കുമോ അതോ സിനിമ എടുക്കുമോ? വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാവുന്ന ആർജനീനു സിനിമയിൽ അഭിനയിക്കുമെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ 100% പറയാം. എനിക്ക് പേഴ്സണലി അങ്ങനെ അഭിനയിക്കുന്നതിനോട് എനിക്ക് താല്പര്യമുള്ള ആളല്ല ഞാൻ. പിന്നെ ഈ ഒരു ചാനലിനകത്ത് ഭാഗമായതുകൊണ്ട് ഇവൻ എല്ലാ സ്ക്രീനിലും ഇവനെ കാണിച്ച് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. എനിക്ക് പേഴ്സണലി അതെ അഭിനയിക്കുക എന്നുള്ളത് ഞാൻ എല്ലാ ക്യാരക്ടറും ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു മാനറിസമാണ്, ഞാൻ പറയുന്ന സംസാര രീതിയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും. അഭിനയം എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു അപ്പോൾ എൻ്റെ ജംഗ്ഷനിലല്ല, എൻ്റെ അടുത്ത രാജ്യത്ത് പോലും വന്നിട്ടുള്ള ആളല്ല. പക്ഷേ ടെക്നിക്കലി എനിക്ക് എഡിറ്റിംഗ് ഡയറക്ഷനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് സിനിമയിൽ ആ ഒരു രീതിയിൽ ചില അത് ഇപ്പോൾ പറയുന്നില്ല, അഭിനയം എന്തായാലും ഉണ്ടാകത്തില്ല. ഇവൻ അഭിനയിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് വന്നാൽ കോണ്ടാക്ട് ചെയ്യുക, ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരണം, എനിക്ക് അങ്ങോട്ടൊന്നും. അതെ രാജമൗലിയെ കാണാൻ വേണ്ടി ഹൈദരാബാദ് അല്ല ആക്ച്വലി ബോംബെയിൽ ജോലി കിട്ടിയിട്ട് അത് വേണ്ട ഹൈദരാബാദ് തന്നെ പോകണമെന്ന് പറഞ്ഞ് രാജമൗലി വരുന്ന ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ അവന് താല്പര്യം അതെ രാജമൗലിയെ പിടിച്ചാലേ ഇങ്ങനെ താഴെയുള്ള ആരെങ്കിലും കിട്ടത്തുള്ളൂ, അതുകൊണ്ടായിരിക്കും. ഹായ് ഗൈസ്. ഹായ് ഹൗ ഡു യു ഡു ബ്രോ പഠിച്ച സ്കൂൾ ഏതാ? ബ്രോ ഞാൻ പഠിച്ചത് 2-3 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. മീൻസ് 7 വരെ ഒരു സ്കൂളാണ്, അത് കടപ്ര UPGS എന്ന് പറയുന്ന സ്കൂളാണ്. പിന്നെ ഇപ്പോൾ 8 മുതൽ +2 വരെ പഠിച്ചത് കടപ്ര DBHSS. പിന്നെ ഡിഗ്രി പഠിച്ചത് പമ്പ കോളേജ്. ഞാൻ പരിമല സിന്നസ്മോസ് പോകുന്നുണ്ടായിരുന്നു. പഠിച്ചതാണ് ചോദിച്ചതെങ്കിൽ അങ്ങനെ സ്ഥലമില്ല. അങ്ങനെ പഠിച്ചത് നീ പോയതല്ല. ഓക്കെ. കൃഷ്ണനും ജീസസും ഒക്കെ സുഖമല്ല ഇപ്പോൾ കാണാനില്ലല്ലോ ഈ രണ്ട്. മീൻസ് ഒരുമിച്ച് അങ്ങനെ കാണാനില്ല. ആക്ച്വലി ഇവൻ അത് പറ എവിടാണെന്നുള്ളത്. ഞാൻ ഹൈദരാബാദ് വർക്കിംഗ് ആണ്, ഇദ്ദേഹം നാട്ടിലുമാണ്. അതെ, അതുകൊണ്ടാണ് ഒരുമിച്ചൊരു ഫ്രെയിമിൽ അങ്ങനെ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ഒരേ ഫ്രെയിമിൽ അങ്ങനെ വരാറില്ല. എന്നാലും ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് പകുതി ആൾക്കാർക്ക് മനസ്സിലാവും. പലരൊക്കെ ചോദിക്കായിരുന്നു നാട്ടിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇവനെ തിരക്കി ആൾക്കാരൊക്കെ എന്ത് അവനെന്തേ വിളിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിടില്ല ഹൈദരാബാദ്. പിന്നെ രാവിലെ ഞാൻ വീഡിയോ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞു. രാവിലെയും കൂടെ കണ്ടതാണ്. ഓക്കെ, നാട്ടിലെവിടെ അത് പറഞ്ഞു. യുവർ ഏജ്? അയ്യോ, എനിക്ക് 24 വയസ്സ്. എനിക്കത് എവിടെയും പറയാൻ മടിയില്ല. ഇനി നിങ്ങൾ അതിപ്പോ വായിച്ചും പോയി എന്റെ ക്വസ്റ്റ്യൻ. വേറെ എന്തെല്ലാം വയസ്സെന്ന് പറയുന്നത് അത് മറ്റേത് പിടിക്കുക. വയസ്സെന്ന് ഒരു മനുഷ്യനൊരു കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നമുക്കൊക്കെ ഇവിടെ വയസ്സ് വന്നു പറയാം. പ്രായക്കൂടുതലുള്ള എല്ലാവരും പറയുന്നവരാ. അതെ ഈ ആര് ഈ വയസ്സൊക്കെ കണ്ടുപിടിച്ചത് കേട്ടെ പറയാം. എനിക്ക് ആക്ച്വലി 33 വയസ്സായിട്ടുണ്ട്. 90s. ഓക്കെ, 33 വയസ്സ്. ഓക്കെ, ഇനിയും ഗോഡ് റിലേറ്റഡ് കണ്ടിന്യൂ ചെയ്യുമോ? അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി. മീൻസ് ഞങ്ങളൊരു സമയത്ത് ഒരുപാട് വീഡിയോസ് ഇടുമായിരുന്നു. ബട്ട് അങ്ങനൊരു രീതിയിൽ ഞങ്ങൾ ഇടില്ല. കാര്യം വെച്ചാൽ അതിനൊരു വളരെ സെൻസിറ്റീവായിട്ടൊരു സാധനമാണല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിനെ എല്ലാ വശത്തൂടെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കഴിവതും ഞങ്ങളങ്ങനെ നോക്കാറുണ്ട്. വീഡിയോസ് അതൊരിക്കലും ചെയ്യാതിരിക്കില്ല, ചെയ്യും. ഓക്കെ, താങ്ക് യു. ഗോഡ് വേഴ്സസ് മാൻ ചെയ്യാൻ കാരണം അങ്ങനെ ഒരു ത്രെഡ്. മീൻസ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ കാണാറുണ്ടല്ലോ. അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്ന് നോക്കിയപ്പോൾ ആദ്യം അത് തലയിൽ ഉദിച്ചത് അദ്ദേഹത്തിനാണ്. എനിക്ക് എന്തുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നും പഠിച്ചില്ല. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ദൈവം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പോയി അമ്പലത്തിലോ പള്ളിയിലോ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരണമെന്നാണല്ലോ നമ്മുടെ ഒരു വാശി. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഒന്നും പഠിക്കാതെ അമ്പലത്തിൽ ചെന്നിട്ട് ദൈവമേ പരീക്ഷിക്കാനൊന്നും പഠിച്ചിട്ടില്ല, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം എന്തായിരിക്കും പറയുന്നത്? അറിയപ്പാ പഠിക്കാതെ വന്നേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയും. അങ്ങനെ ഇൻസ്റ്റൻ്റ്ലി ദൈവം അങ്ങനെ ഒരു രീതിയിൽ അതിന് റിപ്ലൈ കൊടുത്താൽ അങ്ങനൊരു സാധനം വന്നപ്പോഴാണ്. മീൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ ഇൻസ്റ്റൻ്റ്ലി പറഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഇമാജിനറി ഫ്രണ്ടായിട്ട് കൂടെ നിന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? അവിടെ നിന്നാണ് ഒരു
അതുകൊണ്ടാണ് നമ്മൾ അതായിരുന്നു തോട്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡ്രസ്സിങ്ങോ അങ്ങനെയൊന്നും ഫസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോസിന് അങ്ങനെയല്ല ഒരാളായിട്ട് തന്നെ ആയിരുന്നു നമ്മൾ ജസ്റ്റ് എഴുതി വെക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് അതൊരു സാധനമാകുന്നത്. മീൻസ് ഒരു കണ്ടൻ്റാക്കി നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അതൊരു അതെ ഒരു പഴയ കുറേ വർഷം മീൻസ് തുടങ്ങിയ സമയത്ത് തന്നെയാണ് അതും ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് കണ്ടൻറ്റ് ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് അത് വരുന്നത്. അല്ലുവിനെ പറ്റി ഒരു വാക്ക്. അല്ലു അർജുൻ ആണെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി വളരെ നല്ല ഞാൻ ഫസ്റ്റ് സിനിമ അദ്ദേഹത്തിൻ്റെ കണ്ടപ്പം മുതൽ അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ ഫോളോ ചെയ്യുന്ന ഒരു 90s കിഡ് എന്നൊരു രീതിയിൽ ആ സമയത്തുള്ള ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ മനസ്സിലാവും അദ്ദേഹം ഉണ്ടാക്കിയ റോളം. അങ്ങനെ ഒരു ഫാനായിട്ടുണ്ട് ഞാൻ. അങ്ങനെ പബ്ലിക്കലി ഒരു നടൻ്റെ ഫാനാന്ന് പറയുന്നതും എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനെ ഇഷ്ടമാണ്. പുഷ്പയൊക്കെ കണ്ടിട്ട് അത് കുറയുന്നുണ്ടെങ്കിലും ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടൊന്നും അങ്ങനെ പോയില്ല. ഹായ് വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്ട്? അതെ, പത്തനംതിട്ടയാണ് ഡിസ്ട്രിക്റ്റ്. AK യേശു കൃഷ്ണനിൽ കൊണ്ടുവരാത്ത അത് ആക്ച്വലി കൊണ്ടുവരുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് ചില വീഡിയോസ് റീച്ച് ആകാത്ത വീഡിയോസിനകത്തായിരിക്കും അതുകൊണ്ടാണ് പലരും അത് കാണാത്തത്. കൊണ്ടുവരാറുണ്ട് ബട്ട് അതെന്തോ കൊണ്ടുവരുമ്പോൾ കാണത്തില്ല. ചിലർ പേടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് പേടിയുടെ ഒന്നുമല്ല. നമ്മൾ ഒരു രൂപമോ അങ്ങനെയൊന്നും കൊടുക്കാൻ അതിന് തൽക്കാലം നമുക്ക് നിർവാഹമില്ല. നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടൊരു എന്താ പറയുക കുറച്ച് ഇമാജിനേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ രൂപമോ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു വീഡിയോയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചില സമയത്ത് അത് ഭയങ്കര പ്ലെയിനായിട്ട് കൊണ്ടുവരും. രണ്ടുപേരെ കാണിക്കുന്നു പിന്നെ ഒരു പ്ലെയിനായിട്ടൊരു ഇതാണ്. അതെപ്പോഴും നമുക്കങ്ങനെ കൺവേ ചെയ്തെടുക്കാൻ പറ്റില്ല ചില കണ്ടൻറ്റുകളിൽ. ബട്ട് ഡെഫിനറ്റ്ലി അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഉടനെ അത് മാൻഡേറ്ററി ആയിട്ട് വേണ്ടി വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് കൊണ്ടുവരാറുണ്ട്. ബട്ട് എനിക്കൊന്നും എല്ലാവരും അത് കാണാറില്ലെന്ന് അത് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കൊണ്ടുവരാറുണ്ട്. അത് അതിൻ്റെ പ്ലേലിസ്റ്റൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഉണ്ട്. RCB ഫാനാണോ? RCB ഫാനല്ല ബട്ട് വിരാട് കോഹ്ലിക്ക് വേണ്ടി വിരാട് കോഹ്ലി വിരാട് കോഹ്ലി ഈ വർഷമെങ്കിലും ഏത് വർഷമാണെങ്കിലും അതിനൊരു കപ്പ് കിട്ടണം. ബിക്കോസ് അവരുടെ ടീം അതുപോലത്തെ ഡിസേർവ് ചെയ്യുന്നൊരു ടീമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു കളിയാകുമ്പോൾ ഫൈനലി ജയിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഓക്കെ, ഹാപ്പി അല്ലേ അഭിമാൻ? ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. എന്നാലും ഈ ക്രിഷ് ആൻഡ് യേശു ഐഡിയാസൊക്കെ എങ്ങനെ കിട്ടുന്നു? ഈ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ റീൽ വഴി തന്നെ നമുക്ക് കിട്ടുമല്ലോ. അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഇത് അത്ര ശരിയാണ് 100% ഞങ്ങൾ പറയുന്നത് ശരിയാണെന്നല്ല. ബട്ട് അവരുടെ ഒരു വ്യൂ പോയിൻറ്റിൽ എങ്ങനെ വന്നാൽ ആ ഒരു തോട്ടിൽ നിന്നാണ് ഇത് പൊതുവെ വരുന്നത്. രണ്ടുപേരും കറുത്ത ഡ്രസ്സിട്ട് റോഡിൽ പോസ്റ്റും ചാരി നിൽക്കുന്നത് കണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് എന്തോ സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ് അതോ നേരിട്ട് അറിയാവുന്ന ആരോണെന്തോ. രണ്ടുപേരും കറുത്ത ഡ്രസ്സിട്ട് റോഡിൽ പോസ്റ്റും ചാരി നിൽക്കുന്ന കണ്ടല്ലോ. എവിടെയെങ്കിലും വായി നോക്കുന്ന ആരോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. മാരീഡ് ഓർ അൺമാരീഡ്? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല ഗൈസ്. ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച ആളെന്ന് അവാർഡ് ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾ ബാംഗ്ലൂരാണോ? അത് ഓൾറെഡി പറഞ്ഞിരുന്നു. ബാംഗ്ലൂരിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ ബാംഗ്ലൂർ കറൻറ്റ്ലി ഇപ്പോൾ ബാംഗ്ലൂരായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. ഇവിടെ മനുഷ്യന്മാരിങ്ങനെ നിങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ എത്ര ഫ്രണ്ട്സായി? അത് യേശു കൃഷ്ണനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അത് റിയാലിറ്റിയായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഉത്തരവില്ല. ഡെഫിനറ്റ്ലി ഇപ്പം നമുക്കറിയില്ലല്ലോ, എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരിക്കാം. യേശുവും കൃഷ്ണനും ആരുടെ ഐഡിയ ആയിരുന്നു? അതിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ട്? ആദ്യത്തെ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ടായിരുന്നു? അത് ആക്ച്വലി പറയണം. നമ്മൾ ഗോഡ് വേഴ്സസ് മാൻ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ വന്നതാണെങ്കിലും യേശു വേഴ്സസ് കൃഷ്ണൻ എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവരുന്നത് അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പൊളിച്ചെഴുതുന്നത് വെച്ചാൽ, കാര്യം വെച്ചാൽ ഗോഡ് വേഴ്സസ് മാൻ എഴുതുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞു, അത് ദൈവം എന്നൊരു കൺസെപ്റ്റിൽ പറഞ്ഞു, അത് ഏത് ദൈവമാണെന്നോ അത് ആരുടെ ദൈവമാണെന്നോ ആര് ഉണ്ടാക്കിയ ദൈവമാണെന്നുള്ള കാര്യം ഒരാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അത് പറയണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് സുധിൻ എന്ന് പറയുന്നൊരു ഫ്രണ്ട് നമ്മളോടൊരു ഒരു സാധനം പറഞ്ഞു. പക്ഷെ ഒരു മതത്തിനെ പറ്റിയുള്ളൊരു കാര്യമായിരുന്നു. ബട്ട് അത് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ ഒരു മതത്തിലുള്ള ഒരാൾ പറയുന്ന രീതിയിലാക്കിയില്ലെങ്കിൽ അത് അറിയാമല്ലോ, മതത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അത് കൈവിട്ട് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട്
ഓക്കെ നമുക്ക് ഇവരെ 3 പേരെയും കൂടെ ഒരു ഇതിൽ കൊണ്ടുവരാം എന്ന് ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് യേശു വേഴ്സസ് ക്രിഷും മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വൈറൽ, ഞങ്ങളുടെ വൈറൽ ഇതായ ഈ ക്രിഷൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അതിനകത്തെ വീഡിയോ എനിക്കൊന്നും ഫസ്റ്റ് റെക്കഗ്നീഷൻ വരുന്നതും മീൻസ് ഈ ഒരു വീഡിയോകളിൽ ഏറ്റവും റെക്കഗ്നീഷൻ വരുന്ന വീഡിയോ അതാണ്. ഫസ്റ്റ് 100K വ്യൂ ഒക്കെ വരുന്നതും അതിനാണ്. എനിക്ക് ഫസ്റ്റ് 100K അതിനാണ് വരുന്നത്. യു ഗൈസ് ആർ ഓസം. വീഡിയോസ് ആർ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഡിഫറെൻറ്റ്. താങ്ക് യു. ഇൻട്രസ്റ്റിംഗ് ഡിഫറെൻറ്റ്, അത് ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് വളരെ നല്ലതായിട്ട് ചെയ്യുന്നത്. സോ നമ്മുടേതായിട്ട് എന്ത് കൊടുക്കാമെന്നുള്ളൊരു രീതിയിൽ നിന്നാണ് ഈ ഒരു ഇതൊക്കെ വരുന്നത്. ബട്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് താങ്ക് യു. നിങ്ങൾ ബ്രദേഴ്സാണോ? അല്ല, കസിൻസ് ആണ്. അതെ, ബ്രദേഴ്സ് അല്ല. അത് ഒരുപാട് പേര് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ബ്രദേഴ്സാണോ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ. ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നമ്മൾ റിലേറ്റീവ് പ്രകാരം ഞങ്ങൾ കസിൻസാണ്. എൻ്റെ അമ്മാവൻ്റെ മോനാണ് മാതുൽ, കംസൻ്റെ മകനാണ്. നിങ്ങളുടെ ഏറ്റവും ഫേമസ് സീരീസ് ആണ് ഗോഡ് വേഴ്സസ് മാൻ. അങ്ങനെ ഐഡിയ ആരാണ് കണ്ടുപിടിച്ചത്? അത് ഓൾറെഡി പറഞ്ഞിരുന്നു. അത് ഹായ് ബ്രോ, ഹലോ ബ്രോ, ഹായ് ചേട്ടാ, വേർ ഈസ് യുവർ പ്ലേസ്? അത് ഓൾറെഡി പറഞ്ഞു. നമ്മൾ കടപ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. എനിക്കൊരു പെണ്ണിനെ സെറ്റ് ചെയ്ത് തരൂ. കൊള്ളാം, അറിയപ്പെടാം. അറിയാ ഹാപ്പി, ഡെഫിനറ്റ്ലി ഹാപ്പി. സുഖമാണ് ഗൈസ്? സുഖമാണ്. എനിക്കൊന്നും നിങ്ങൾ ആക്ച്വലി ഇത് ജനറലി ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഒരു Q&A ഇടുമ്പോൾ അതിനകത്ത് പോയിട്ട് സുഖമാണോ ഹായ് എന്നൊന്നും അയക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള കാര്യം എനിക്ക് മനസ്സിലായ കാര്യം, ചിലർ DM അയക്കുമ്പോൾ നമ്മളെന്തായാലും എല്ലാവരും ഒന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും. ബട്ട് സുഖമാണോ ഹലോ ഒക്കെ തന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഹായ്, ഞങ്ങൾക്ക് സുഖമാണ് എന്ന് ഒരു ജനറലി പറയാം. ചേട്ടായി ലക്ഷദ്വീപിലോട്ട് വരണേ. അതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ലക്ഷദ്വീപ് ആക്ച്വലി ഒരു നല്ലൊരു സ്ഥലമാണ്. എന്നെങ്കിലും ഒരു ദിവസം ഡെഫിനറ്റ്ലി അവിടെ വരും. ഭയങ്കര മീൻസ് ടൂറിസവും കാണാൻ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന്. എന്താ പഠിച്ചത്? ഐ മീൻ ഫോർ ഡിഗ്രി. ഞാൻ പഠിച്ചത് BSc മാത്സ് ആണ്. പിന്നീട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഡിസൈനർ, വീഡിയോ എഡിറ്ററൊക്കെയാണ്. ബട്ട് അതിൻ്റെ കുറച്ച് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡിഗ്രി വൈസ് ഞാൻ പഠിച്ചത് BSc മാത്സ് ആണ്. ഞാൻ BSc നഴ്സിംഗ്. അതെ, വലിയ നേഴ്സാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ള ചോദ്യമാണ്. അണ്ണനെ ചവണെ തോന്നിയിട്ടുണ്ടോ? ചാവാൻ തോന്നിയിട്ടുണ്ടോ? ആരാടാ അത്? എന്തിന് വൈ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്തായാലും മീനിങ് ഫുള്ളായിട്ട് ചോദിച്ചാണോന്ന് അറിയില്ല. ബട്ട് ഒരു ഡയറക്റ്റ് പറഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സ്റ്റുപ്പിഡ് റിലീജിയസ് പീപ്പിൾ മതവികാരം വ്രണപ്പെട്ട് നെഗറ്റീവാക്കി പ്രോബ്ലം ഉണ്ടാവാൻ വന്നിട്ടുണ്ടോ? വരാറുണ്ട്. ഇപ്പോൾ വന്നിട്ടേ ഇല്ലയെന്ന് ചോദിച്ചാൽ വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതൊരു നെഗ്ലിജിബിൾ, മുഖമില്ലാത്ത, പേരില്ലാത്ത, ആരാണെന്നറിയാത്തവർ പറയുന്നതാണ്. അവിടെ ഇവിടെ വരാറുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു കമൻറ്റ് ഇട്ട് ഞാൻ മോസ്റ്റ്ലി എല്ലാ കമൻറ്റും വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും അതെ അതെ, മീൻസ് അതാണ് ഡിലീറ്റ് ചെയ്യുന്ന ദ സെൻസ് ഒരു എന്താ പറയുക, ഒരു മുഖത്തോടോ അല്ലെങ്കിൽ പേരോടോ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ വ്യൂ പോയിൻ്റ് കേൾക്കുന്നുണ്ട്, അത് ശരിയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി വരുത്താറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇക്കായുടെ ഒരു സൗണ്ട് മോഡുലേഷൻ, നമ്മൾ എന്താ പറയുക, ഒരു കോഴിക്കോട് ഭാഷ അങ്ങനെ ഒരു രീതിയിലായിരുന്നു കൊടുത്തിരുന്നത് ആദ്യം. ബട്ട് അത് 1-2 പേര് പറഞ്ഞു അതങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നോർമലി ആൾക്കാർക്ക് കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എന്താണ് അതൊരു ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു തോട്ടാണ് കാര്യം. അത് പറഞ്ഞു. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ആദ്യത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്നവർക്കത് മനസ്സിലായില്ല. മീൻസ് ആദ്യത്തെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലായില്ല. ബട്ട് ഇപ്പോൾ ഉള്ള വീഡിയോസിൽ ആ മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മതവികാരം വ്രണപ്പെട്ട് വന്നാൽ അത് അവരുടെ പ്രശ്നമാണ്, അവർ വ്രണപ്പെട്ടുക എന്നുള്ളത്. കൃഷ്ണ മുകുന്ദ ജനാർദ്ദനൻ നമ്മുടെ യേശുവിൻ്റെ കൂടെയാണ് താമസം. അത് ആക്ച്വലി പറഞ്ഞ് അയ്യോ, അത് ക്യാരക്ടർ വൈസ് അല്ല, നമ്മൾ കസിൻസാണ്, ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ലവ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ഓർ ബ്രദേഴ്സ്, ആമേ കറക്റ്റ്? അത് എനിക്ക് തോന്നുന്നു അതും ഫ്രണ്ട്സാണോ ബ്രദേഴ്സാണോ എന്നാണ്. അണ്ണന്മാരുടെ വീട് എവിടെയാണ് അതും പറഞ്ഞു. ഗുണ്ടാ ലിസ്റ്റിലുള്ള കിളി. ഗുണ്ടാ ലിസ്റ്റിലുള്ള കിളി ഇത് ഞങ്ങൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ
ഇതിൻ്റെ ഉത്തരം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ പറയാം. അത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഗുണ്ടാ ലിസ്റ്റിലുള്ള കിളി അതെന്താണെന്ന് കണ്ടുപിടിക്കുക. വാലന്റൈൻസ് ഡേ ഇത് ആക്ച്വലി അൺഫോർച്യുനേറ്റ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടല്ല, നമ്മൾ പെട്ടെന്നൊരു വീഡിയോ വേണമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഇട്ട ദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വാലന്റൈൻസിനെയും വാലന്റൈൻ ആകട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി അവരോടൊക്കെ ഒന്നും പറയാനില്ല. എങ്ങനെ വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നു, നമുക്കത് ജസ്റ്റ് ഡേ ആയിരുന്നു. അത് ഇങ്ങനെയൊക്കെ അങ്ങനെ നോർമലി അങ്ങ് കഴിഞ്ഞു പോയി. രണ്ടുപേരും ഒന്നിച്ചാണ് കണ്ടൻറ്റുകൾ തീരുമാനിക്കുന്നത്. അത് കണ്ടൻറ്റ് തീരുമാനിക്കുന്നത് മീൻസ് ഐഡിയ വരുമ്പോൾ ഇവൻ വരുന്നത് ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. നമുക്ക് കുറച്ച് 1-2 ബുക്കുകളുണ്ട് കണ്ടൻറ്റ്, കുറേ ബുക്കുകളുണ്ട്. അതായത് കണ്ടൻറ്റ് വരുമ്പോൾ തോട്ട് എഴുതി വെക്കാനൊരു ബുക്കുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ബുക്ക് കൂടെ ഉണ്ട്. പിന്നീട് നമ്മൾ അതിനെ പിന്നീട് ഡയലോഗ് വൈസ് ആക്കുന്ന, അത് ഷോർട്സ് ഓർ ഇൻസ്റ്റാ റീലാണെങ്കിൽ അതിനൊരു ബുക്കുണ്ട്. യൂട്യൂബിൻ്റെ മെയിൻ വീഡിയോയ്ക്ക് ഒരു ബുക്കുണ്ട്. ഇത്തരം കണ്ടന്റ് ഒന്നും നിങ്ങളുടെ ഒന്നും ചാനൽ കാണുന്നില്ലെന്നല്ലോ. അല്ലായിരുന്നു അതിനൊരു അതെ ഇത്രയും കണ്ടന്റ് ഒക്കെ എഴുതിയിട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് എന്തിനും പറയുന്നു. അതെ അതൊരു കണ്ടന്റ് അങ്ങനെ എഴുതി നമ്മൾ ബേസിക്കലി അങ്ങനെ കണ്ടന്റ് എഴുതി ചെയ്താലേ നമുക്കത് വരത്തുള്ളൂ. അത് എഴുതി ചെയ്തിട്ട് തന്നെ വരുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെയും ജോബ് എന്താ ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ കം വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ, പിന്നെ കണ്ടൻറ് ക്രിയേറ്ററാണ്. മീൻസ് എനിക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ കുറച്ച് കണ്ടൻറ് ക്രിയേഷനും ഉണ്ട്. ഞാൻ നേഴ്സ് കം ഗ്രാഫിക് ഡിസൈനർ ഇപ്പോൾ പറഞ്ഞു, നേഴ്സ് കം വീഡിയോ എന്തോ മറന്നും പോയല്ലോ. ഇവൻ നേഴ്സ് ഒന്നുമില്ല. ഞാനിവനെ കുത്തിന് പിടിച്ചിട്ടൊക്കെയാണ് കണ്ടന്റ് മേടിക്കുന്നത്. അതിവിടെ പറയണം. നിങ്ങൾ കാണുമ്പോൾ ഇപ്പം വീഡിയോ ഒക്കെ തരുന്നത് പെട്ടെന്ന് തരുന്നതായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ കുത്തിന് പിടിച്ചൊക്കെയാണ് കണ്ടന്റ് മേടിക്കുന്നത്. അവസാനം തിയേറ്ററിൽ പോയി കണ്ട സിനിമയായത്. അത് ആക്ച്വലി റൊമാൻസ് ആണ്. നല്ല പടമാണ്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണും. നിങ്ങൾ സിബ്ലിങ്സ് ആണോ? രണ്ടുപേരുടെയും നെയിം പേര് പറഞ്ഞായിരുന്നോ? ഒന്നുകൂടെ പറയാം. അഭിഷേക് പി ദാസ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് ദേവനാരായണൻ കെ. കമ്മിറ്റഡ് ആണോ? അതിനെ പറ്റി സംസാരിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ടത്? അച്ഛൻ, അമ്മ, പിന്നെ അവൻ്റെ അമ്മ. ഏജ് ഓൾറെഡി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്നെ ബസ്മിപ്പിക്കുക. ഇന്ന് ബസ്മിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏജിനകത്തൊന്നും ഒരു കാര്യമില്ല. 31 വയസ്സ്. ആരാ കൃഷ്ണ ചെയ്തു? നിങ്ങൾ രണ്ടുപേരും ഇൻസ്പയർ ചെയ്ത യൂട്യൂബ് ചാനൽ. നിങ്ങളെ രണ്ടുപേരെയും ഇൻസ്പയർ ചെയ്ത യൂട്യൂബ് ചാനൽ ആക്ച്വലി ഒരുപാടുണ്ട്. എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നത് കണ്ടൻറ് ക്രിയേഷനിൽ. അത് നമുക്ക് മുന്നേ വന്ന ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ അത് ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. ഒരു കണ്ടൻറ് ക്രിയേഷൻ നിൽക്കുന്നവർക്കറിയാം. അത് മറ്റുള്ളവരുടെ ഇത് നമ്മളെപ്പോഴും കാണാറുണ്ട്. അവരെങ്ങനെ ഇത് ചെയ്തെന്നും പറഞ്ഞ് അങ്ങനെ അതിശയപ്പെടാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ കണ്ടൻറ്റ് നന്നാക്കാൻ നോക്കാറുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ഓൾറെഡി പറഞ്ഞ കണക്ക് ജീസസ് ഇക്ക നിങ്ങളുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണ്. ഇതിന് പ്രചോദനമായ എന്തെങ്കിലും റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? റിയൽ ലൈഫിൽ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത്. ദൈവം വേഴ്സസ് മാൻ എന്നൊരു സംഭവം വന്നത് ഞാൻ പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ ഒരു സാധനത്തെ നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് അതിനൊരു ആൻസർ കിട്ടുന്നത്, അല്ലെങ്കിൽ അത് ദൈവം അങ്ങനെ റിയാക്ട് ചെയ്താൽ. അപ്പോൾ ഇവൻ ഒന്നും പഠിച്ചിട്ടില്ല, ഫുൾ ടൈം ഉറങ്ങിയതിന് ശേഷം പരീക്ഷയുടെ അന്ന് രാവിലെ എന്നിട്ട് ദൈവം എല്ലാം ഓർമ്മിപ്പിച്ച് തരണേന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദൈവം എന്തായിരിക്കും പറയുന്നത്. കൺസെപ്റ്റ് പ്രകാരം അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ബട്ട് എൻ്റെ തോട്ട് പ്രോസസ്സിൻ്റെ ഒന്നും മാറ്റം വരുത്തി അങ്ങനെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഈ ഒരു സാധനം വരുന്നത്. അടുത്ത നല്ല ഏറ്റവും ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്വസ്റ്റ്യനുള്ള അവാർഡ് ഇവിടെ പോവുകയാണ്. 2 കിഡ്നി തരുമോ? ഓർഗൻ ഡൊണേഷൻ എപ്പോഴും നല്ലതാണ്. അത് ചോദിച്ച ആളെ ഞങ്ങൾ ഈ അവസരത്തിൽ സംസാരിക്കും. ബാംഗ്ലൂരിലാണ്. അപ്പോൾ ആണെങ്കിൽ ആക്ച്വലി ബാംഗ്ലൂരിലല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലോക്ക് മാറ്റുമോ? ബ്ലോക്ക് ഇടാനൊരു കാരണമുണ്ട്, അതുകൊണ്ട് ബ്ലോക്ക് മാറ്റില്ല. ഓക്കെ. നിങ്ങൾ കസിൻസ് ആണ്. ഗേൾ ഫ്രണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് 10/10/2000. 6 മുന്നിൽ എവിടെ വെച്ച് ഞാൻ പറയും. ഇനി ഇവിടെ പറ. 18th July 1992. 92. ഓക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻലി എല്ലാവരും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. മോസ്റ്റ്ലി എല്ലാവരും നമുക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
നമ്മളിട്ട ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇത് ചോദിച്ചാൽ പുറത്തുനിന്ന് വന്നതാ, നമ്മളായിട്ടൊന്നും ഇട്ടിട്ടില്ല. ഇനി അത് പറഞ്ഞിനിയും കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതിലും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. നിങ്ങൾ എന്തുകൊണ്ട് ഈ വീഡിയോ ചാനൽ കാണുന്നു എന്നുള്ളത് മോസ്റ്റ്ലി എല്ലാവരും കമൻ്റ് ഇടുന്നവരിലെ ഒരു 99% ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ റിപ്ലൈ തരാറുണ്ട്. അപ്പം കൂടുതൽ എന്താ പറയുക, ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുമെന്ന് എന്ന് വിശ്വസിക്കും. അപ്പോൾ അതിനൊക്കെ ഇതുപോലുള്ള നിങ്ങൾ ഇതുവരെ തന്ന ഒരു സപ്പോർട്ട് തരണം. ഈ വീഡിയോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലെങ്തുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾ 2x ഇട്ട് മുഴുവൻ കാണാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യാനോ ഇതിൻ്റെ അഭിപ്രായം, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചതൊക്കെ നമ്മൾ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ അത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക. ബൈ.